ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ് മോർണിംഗ്. സുഖമാണ് എല്ലാവർക്കും. ഞാൻ ഇന്നൊരു മുട്ട ചുരുട്ട് എന്ന് പറയുന്ന ഒരു കറി വെക്കാൻ പോവുക. ചപ്പാത്തീൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ ദോശേൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനകത്ത് നമ്മൾ പരിപ്പും വെച്ചു, തക്കാളി ഇട്ടു, പച്ചമുളകും ഇട്ടു, ഉള്ളിയും ഇട്ടു, മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെന്തു. ഇനി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാട്ടോ ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തോട്ടോ. ഞാൻ ഓഫാക്കിയേ. 2 വിസിലായിട്ട് തന്നെ ഓഫാക്കി. ചുമന്ന പരിപ്പായാണ് പെട്ടെന്നാവും. മറ്റേ അല്ലാത്ത സാമ്പാർ പരിപ്പാണെങ്കിൽ ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ ചുമന്ന പരിപ്പാണ് വെച്ചത്. നിങ്ങളെ കാണിച്ചു തന്നല്ലോ കള വെച്ചത്. അപ്പോൾ ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി തീ കുറച്ച് വെക്കാം. കറുകപ്പട്ട ഇട്ടു, ഒരു 7 ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് കുരുമുളക്, പെരിഞ്ചീരകം എല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മെയിൻ താരം തേങ്ങ, ഒരു മുറി തേങ്ങ കേട്ടോ. കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ കുറച്ച് മതി. ഇനി അതിൻ്റെ കൂടെ ഇടേണ്ടത് ചെറിയുള്ളി, 12 ചെറിയുള്ളി, 6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുറച്ച് ഇത്രയും അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. പ്ലക്കറും കൂടെ പിടിക്കട്ടെ, ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ മുട്ട ചുരുട്ട വറുത്തരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിലേക്ക് തേങ്ങ ഒരുമാതിരി ഉൾത്തുള്ളി എല്ലാം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇടണം. നല്ല ഫ്രഷ് മല്ലിച്ചപ്പാട്ടോ. ഇത് കടയിൽ നിന്ന് മേടിച്ചതല്ല, നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, ആ മല്ലിച്ചപ്പാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാടട്ടെ. തീ കുറച്ച് വെക്കണേ, ഇത് കരിഞ്ഞ് കൂട്ടും. എല്ലാം വാടി വരുന്നുണ്ട്. വാടി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ അടുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ നമ്മുടെ ഈ പൊടിക്കകത്തുണ്ട്. മുളക് പൊടി 1 സ്പൂണ്, ലേശം കൂടി ഇട്ടേക്കാം. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുത്ത് അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ. ചേർക്കേണ്ടതൊക്കെ എങ്ങനെയാണ്. മൂത്തിന് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡിയാവും. നമുക്ക് ചുരുട്ടുണ്ടാക്കണ്ടേ, മുട്ട ചുരുട്ടുണ്ടാക്കണ്ടേ. അപ്പം അത് അടുത്ത് കാണിച്ചു തരാം. ചുരുട്ടിന് വേണ്ട വറുത്തരയ്ക്കാനുള്ളത് റെഡിയായി. ഇനി നമുക്ക് മുട്ടയാക്കാം കേട്ടോ. ഒരു സവാള കൊത്തി അരിഞ്ഞെടുത്താൽ കേട്ടോ, നൈസായിട്ട് അരിഞ്ഞെടുത്താണ്. അപ്പോൾ നമുക്ക് മുട്ട എടുത്തൊഴിക്കാം, പൊട്ടിച്ചൊഴിക്കാം. നാല് മുട്ട. നാല് മുട്ടയ്ക്ക് വേണ്ട ഉപ്പ്, ഉള്ളിക്കും വേണ്ട ഉപ്പിടണം കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ഇടുക. അപ്പം മുട്ടേൻ്റെ കളറ് മഞ്ഞയായിക്കോളും. അപ്പോൾ ആ വെള്ള കളറൊക്കെ മാറുമല്ലോ. ഇനി ഇത് നന്നായിട്ട് അടിച്ചിട്ട് അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വെട്ടെ കേട്ടോ. തീ കുറച്ച് വെച്ചേക്കുവാണേ, അല്ലാതെ ഈ കരിഞ്ഞു പോകും. മൂടി വെച്ചാൽ പെട്ടെന്ന് ആയിക്കോളൂല്ലോ. അങ്ങനെ നമ്മുടെ മുട്ട നന്നായിട്ട് മടക്കിയെടുക്കണം, ചുരുട്ടിയെടുക്കണം. അപ്പം ഇനി നമുക്കിത് ഓരോ പീസാക്കി എടുക്കാം. പീസായിട്ട് എടുത്തിട്ട് സെറ്റായി. ഇനി നമുക്കിത് ഓരോന്നെടുത്ത് പാത്രത്തിലേക്ക് വെക്കാം.
അടിപൊളിയായി കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇടാം. നന്നായിട്ട് ഒഴിച്ചാൽ പിന്നെ ലൂസ് അധികം വേണ്ടവർക്ക് ലൂസാക്കാം, കുറുകി വേണ്ടവർക്ക് കുറുകി എടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് ചേർത്തു. ഇനി നമ്മുടെ മുട്ട മുറിച്ച് നമുക്ക് കറിയിലേക്ക് ഇടാം കേട്ടോ. പയ്യെ ഒന്ന് തിളച്ചോട്ടെ, ഒന്ന് കുമള വന്നു കഴിയുമ്പോൾ നമുക്ക് മുട്ട മുറിച്ച് പരിപ്പിലേക്ക് ഇടാം. എന്നിട്ട് മുട്ട ചുരുട്ട ഇങ്ങനെ അരിഞ്ഞ് നമുക്ക് മുറിച്ചിട്ടേക്കുന്നതാണല്ലോ, ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിട്ട് ഒന്ന് പയ്യെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിങ്ങ് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയണം, നല്ല കമൻ്റ് ഇടണം, നല്ല ലൈക്കും ഷെയറൊക്കെ തരണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബായ്.